ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമുക്കിന്ന് ചോറിന് മീനൊന്നും കിട്ടിയില്ല എന്നോർത്ത് ആരും വിഷമിക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് അതിന് പകരമായിട്ട് എന്താണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പം നല്ല കിടിലൻ ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, നമുക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് എന്താണെന്ന് നോക്കാം. അപ്പം നമുക്കിന്ന് വീട്ടിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാഴയ്ക്കയാണ് കേട്ടോ. അപ്പം പേയങ്കായില്ലേ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല കിടിലൻ ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം കളയാം. ഇനി അതിൻ്റെ കറയുണ്ടല്ലോ, അപ്പോൾ ആ കറ പോകാനായിട്ട് നമ്മൾ അരിഞ്ഞ് എന്ത് ചെയ്യണം, നമ്മൾ വെള്ളത്തിൽ തന്നെ കുറച്ച് സമയം ഇട്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ അതിനൊരു കറയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇങ്ങനെ നീളത്തിന് നമ്മൾ മുറിച്ചെടുക്കണം. കനം കൂട്ടിയല്ല, കുറച്ചൊന്ന് തിന്നായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിക്കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ മീൻ വറുക്കുന്നത് പോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം, ചോറിനൊപ്പം കഴിക്കാം, നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറയെല്ലാം പോട്ടെ. അപ്പോൾ ഇനി നന്നായിട്ട് കഴുകിയൊക്കെ നമുക്ക് എടുക്കണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ തന്നെ അങ്ങനെ ഇട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് പോകും. അപ്പോൾ കറയുടെ ചുവയൊന്നും എടുക്കില്ല. എന്നിട്ട് നമുക്കത് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്ക് ഒരു മസാല തയ്യാറാക്കണമല്ലോ. അതിനായിട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള മുളക് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ അതിനനുസരിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 2.5 സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെരിഞ്ചീരക പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെരിഞ്ചീരക പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി, അല്ലെങ്കിൽ വിനാഗിരിക്ക് പകരം നമുക്ക് ഒരു നാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു ചെറിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നീര് മുഴുവൻ അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതില്ലാത്തവർക്ക് വിനാഗിരി ചേർക്കാം കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതെ നമ്മുടെ ആ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ മീൻ ഇങ്ങനെ മുറിക്കുന്നത് പോലെ തന്നെ നെടുക്കി ഒന്ന് മുറിഞ്ഞു പോരുത്, നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല മുരിഞ്ഞ് കിട്ടും നമുക്ക്. അപ്പം മുറിഞ്ഞു പോകരുത്, അത് അങ്ങനെ വേണം നമ്മളിതൊന്ന് വരഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ മസാലയിലോട്ടിട്ട് നമ്മൾ മീൻ മസാല പുരട്ടുന്നത് പോലെ അതിൽ മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് മസാല പുരട്ടണം കേട്ടോ. അപ്പം നമ്മളെ മസാലയിൽ ഞാനിപ്പോൾ പെരിഞ്ചീരകം ഇതിൽ ചേർത്തിട്ടില്ല, നമുക്ക് പെരിഞ്ചീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മസാല പുരട്ടി നമുക്കൊരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കത് വറുത്തെടുക്കാനുള്ള സമയമായി. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അതിട്ട് കൊടുക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റും കൂടെ ആകുമ്പോഴാണ് നമ്മൾ ഈ മീനിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീനല്ല എന്നാലും നമുക്ക് ആ ഒരു ഇതിൽ കഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളതൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കണം. എന്നിട്ട് വേണം, അല്ലെങ്കിൽ അത് കരിഞ്ഞ് അതാകെ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ നമ്മൾ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ അടുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അപ്പം നമുക്ക് 2 പ്രാവശ്യമായിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും, കാരണം ചെറിയ തിന്നായിട്ടാണല്ലോ നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ അത് വെളുത്തുള്ളിയൊക്കെ അങ്ങ് കരിഞ്ഞ് ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചോറും ഒരു തൈരും ഇതുമാണെങ്കിലും ഏറ്റവും നന്നായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ മറുവശവും നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കത് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് മാറ്റി നമ്മുടെ പ്ലേറ്റിലോട്ട് എടുക്കാം. കണ്ടോ, നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മൾ മസാല പുരട്ടുമ്പോൾ കുറച്ച് അരിപ്പൊടി കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ അല്ല, നമ്മുടെ കായ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടുകയും വേണം.
ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ബൈ.